നാട്ടിലെ ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് സന്ദീപ് ബ്രോ പറഞ്ഞത്. അതായത് ഒരു ആക്സിഡന്റ് അദ്ദേഹത്തിന് ഉണ്ടായി 1,00,000 രൂപയുടെ ട്രീറ്റ്മെന്റ് വെറും 1,800 രൂപയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ വില ആ സമയത്താണ് മനസ്സിലായെന്ന് പറഞ്ഞു. ഇത് ഇന്നലെ ഞങ്ങൾ ഇഷ്യൂ ചെയ്ത ടാറ്റ ഹെൽത്തിന്റെ ഒരു മെഡ് കെയർ പ്ലാനാണ്. അത് 3 വർഷത്തേക്കാണ് ഈ ഫാമിലി എടുത്തത്. ഈ ഫാമിലി 38 വയസ്സുള്ള ഒരു അച്ഛനും അമ്മയും അതുപോലെ തന്നെ 12 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ ഫാമിലിയിലുള്ളത്. അവർ 10 ലക്ഷത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുത്തത്. ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ക്യാഷ്ലെസ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ആശുപത്രിയിൽ വരുന്ന ഈ 1,800 രൂപയിൽ നമുക്ക് കൊടുക്കേണ്ട. അതായത് പലപ്പോഴും നമുക്ക് പല എക്സ്പെൻസും വരുന്നത് സൂചി, പഞ്ഞി, അതുപോലെ തന്നെ PPT കിറ്റ്, ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് OP കവറേജ് ഉള്ള പോളിസികൾ, അതുപോലെ തന്നെ നമുക്ക് ഡെന്റൽ കവറേജ് കിട്ടുന്ന സ്പെക്സിന്റെ വരെ അലവൻസ് കിട്ടുന്ന പോളിസികളാണ് ടാറ്റ കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പേഴ്സണൽ ആക്സിഡന്റ് കവർ ഉണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം മൂലം നമുക്ക് മരണം സംഭവിച്ചാൽ എത്ര രൂപയുടെയാണ് സം ഇൻഷുർഡ്. ഇപ്പോൾ 1 കോടിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം. അത് നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്നതാണ്. പിന്നീട് ഇൻഷുറൻസ് പോളിസി കണ്ടിന്യൂ ചെയ്തു പോകുന്ന പ്ലാനുകളുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഡെന്റൽ കവറേജ് കൂടുതൽ കിട്ടും. എല്ലാ കോസ് ഓഫ് ട്രീറ്റ്മെന്റും നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നതാണ്. ആക്സിഡന്റ് മൂലമോ അല്ലെങ്കിൽ പനി മൂലമോ അല്ലെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ ഇൽനസ് വരിക, ഒരു മനുഷ്യ ശരീരത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് കിട്ടും. അത് ഏറ്റവും നല്ല സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ഫാമിലിക്ക് 65,000 രൂപയാണ് 3 വർഷത്തേക്ക് ഇൻഷുറൻസ് എടുക്കേണ്ടത് ചിലവ് എന്നുള്ളൂ. ഒന്ന് ആലോചിക്കുക, 3 വർഷം പോലുള്ള ഒരു വലിയ കാലയളവിൽ നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ പനിയായിരിക്കാം, 5 ദിവസം അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊരു 10,000-40,000 രൂപ ബില്ല് വന്നു വരാം. ചെറിയ MRI സ്കാൻ ആയിരിക്കും, അതുപോലും ഇതിൽ കവർ ചെയ്യും. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ചിലവുകളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അടിപൊളി.